പോലീസ് ആസ്ഥാനത്തെ AIG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ടതിൽ FIR-ൽ മാറ്റം വരുത്താൻ പോലീസ് ഒടുവിൽ തീരുമാനിച്ചു. സ്വകാര്യ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറെ തന്നെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകും. നേരത്തെ അപകടത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരനെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഇന്നലെ വന്ന റിപ്പോർട്ടിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഗുരുതരമായി പരിക്കേറ്റ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളാണ്. അയാൾക്കെതിരെയാണ് കേസെടുത്ത്. അയാളുടെ പിഴവ് കൊണ്ട് അപകടമുണ്ടായി, അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കുക എന്ന അങ്ങേയറ്റം വിചിത്രമായ ഒരു നടപടിയായിരുന്നു പോലീസ് സ്വീകരിച്ചത്. അത് തിരുത്തുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ വിജയകുമാർ, ഈ വിചിത്ര FIR തിരുവല്ല പോലീസ് തിരുത്താൻ ഒരുങ്ങുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ വിചിത്ര FIR-മായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെ ആണ് ഇത്തരത്തിൽ FIR തിരുത്തി കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി തിരുവല്ല പോലീസ് നിലവിൽ ആലോചിക്കുന്നു. ഉടൻ തന്നെ ഈ AIG-യുടെ വാഹനം ഇടിച്ചുമായി ബന്ധപ്പെട്ട് കാർ ഓടിച്ചിരുന്ന പോലീസ് ഡ്രൈവറിൻ്റെ പേര് ചേർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ ഡ്രൈവറാണ് വണ്ടി ഓടിച്ചതെന്നും ഇദ്ദേഹം ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നും കാണിച്ചായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ 30-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആഗസ്റ്റ് 30-നാണ്. അതുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ തിടുക്കത്തിൽ തിരുവല്ല പോലീസ് FIR ഇടുന്നു. ഈ FIR വായിക്കുമ്പോൾ സാമാന്യ ബോധമുള്ള ആളുകൾക്ക് തോന്നുന്നത് ഈ കാൽനട യാത്രക്കാരനാണ് ഈ അപകടം ഉണ്ടാക്കി. അദ്ദേഹം വളരെ തെറ്റായ രീതിയിൽ നടന്നുകൊണ്ട് ഈ കാറ് അപകടത്തിൽപ്പെട്ടു, കാറിൻ്റെ മുൻഭാഗമൊക്കെ തകർന്നു എന്ന തരത്തിലുള്ള ഒരു FIR ആയിരുന്നു തിരുവല്ല പോലീസ് എഴുതി ഉണ്ടാക്കിയത്. മാധ്യമ വാർത്തകൾ വന്ന് ഈ വിഷയം വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് ഡ്രൈവറെ സംരക്ഷിക്കുകയും കാൽനട യാത്രക്കാരനെ കുറ്റക്കാരനാക്കുകയും ചെയ്ത FIR-ൽ തിരുത്തൽ വരുത്താൻ തിരുവല്ല പോലീസ് തീരുമാനിച്ചിരിക്കുന്ന FIR തിരുത്തുന്നതിന് വേണ്ടി കോടതിയിൽ അപേക്ഷ പോലീസ് ഉടൻ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹം ഈ അതൃപ്തി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിയിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് നൽകും. അതിനുശേഷമായിരിക്കും നടപടി. വിജയകുമാർ, ഒറ്റ കാര്യം പറയാം, ഒരു SI ആണ് FIR എടുത്തിരിക്കുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്വബോധത്തിൽ അല്ലെങ്കിൽ സ്വന്തം തീരുമാനപ്രകാരം എടുത്തു എന്ന് നമുക്ക് ഒരു തരത്തിലും തോന്നുന്നില്ല. കാരണം ഈ AIG എന്ന് പറയുന്നത് പഴയ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. ജില്ലയിൽ വലിയ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഞ്ചരിച്ച വാഹനം, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഓടിച്ച ആ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ജയശങ്കർ, അതിൽ ഒരു തിരുത്തുണ്ടായിരിക്കുന്നു. ആ FIR പോലീസ് ഡ്രൈവർ, ആ വാഹനം ഓടിച്ചയാളുടെ പ്രതിയാക്കിക്കൊണ്ടുള്ള FIR വരുന്നു. വാഹനമിടിച്ച് പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി പ്രതിയാകുന്ന സാഹചര്യം ഒഴിവാകുന്നു. അത്രയും എങ്കിലും ആശ്വാസം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും. ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം പിൻവലിക്കുമോ? നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമോ എന്നീ ചോദ്യങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കാലത്തെ അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്ന് തുറന്നു കാട്ടാനും UDF തീരുമാനം. വിശ്വാസികളുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന നിലയിൽ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന് പറയാൻ UDF തയ്യാറല്ല. എന്നാൽ മുന്നണി നേതാക്കളാരും സംഗമത്തിൽ പങ്കെടുക്കില്ല. ബഹിഷ്കരണമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു നിലപാട് പറയാൻ രാഷ്ട്രീയ സമ്മേളനമല്ലല്ലോ നടക്കാൻ പോകുന്നതെന്നാണ് UDF-ന്റെ മറുപടി. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന് തുറന്നു കാട്ടാനാണ് UDF-ന്റെ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹം. സമുദായ സംഘടനകൾ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനോട് UDF-ന് എതിർപ്പില്ല. സമുദായ സംഘടനകളുടെ തീരുമാനങ്ങളിൽ UDF അഭിപ്രായം പറയാറില്ലെന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമം വർഗീയവാദികൾക്ക് ഇടം കൊടുക്കലാണെന്നും UDF വിമർശിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് വിശ്വാസ സംഘവുമായി സംഘപരിവാർ സംഘടനകൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കളെ വിശ്വാസ സംഗമത്തിന് എത്തിക്കാനാണ് നീക്കം. വിശ്വാസികൾക്കൊപ്പമെന്ന് ആവർത്തിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും CPM-ഉം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ഈ മാസം 20-ന് പമ്പയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം. 22-ന് പന്തളത്ത് വിശ്വാസി സംഗമം നടത്താൻ ഹിന്ദു ഐക്യവേദിയും തയ്യാറെടുക്കുന്നു. ശബരിമല കർമ്മസമിതിയും പന്തളം കൊട്ടാരവും ഇതിനെ പിന്തുണച്ചേക്കും.
അമിത്ഷാ, യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കളെ വിശ്വാസി സംഗമത്തിലേക്ക് എത്തിക്കാനുള്ള ആലോചനയുണ്ട്. വിശ്വാസി സംഗമത്തിന് BJP രാഷ്ട്രീയ പിന്തുണ നൽകും. ഈ വരുന്ന 22-ാം തീയതി പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്രമായ ഒരു സംഗമം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് നമ്മൾ ആ ഒരു സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. വിവാദങ്ങൾക്കിടെ വിശ്വാസികൾക്കൊപ്പമെന്ന് ആവർത്തിക്കുകയാണ് CPIM. യുവതീ പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങളോട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ്. അടഞ്ഞ അധ്യായമാണെന്നല്ല, രണ്ടും രണ്ടാണ്. കഴിഞ്ഞ അധ്യായമാണ്. അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കടക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും ഭയമൊന്നുമില്ല. അയ്യപ്പ സംഗമത്തിന് ആരും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ആരും ഇതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. എതിർപ്പ് രാഷ്ട്രീയമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്ന രൂപത്തിൽ ഇതിൽ വിഷയത്തിൽ കയറി ഇടപെടേണ്ട കാര്യമോ അഭിപ്രായമില്ല. അങ്ങനെ രൂപത്തിലല്ല ആലോചിച്ചിട്ടുള്ളത്. തികച്ചും അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി എന്ന രൂപത്തിലാണ് അത് ആലോചിച്ചത്. SNDP, NSS തുടങ്ങിയ സാമുദായിക സംഘടനകളുടെ പിന്തുണയാണ് ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ടു പോകുന്നതിന് സർക്കാരിന്റെ ആത്മവിശ്വാസം. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യത ഇല്ല എന്ന് ഹൈക്കോടതിയുടെ വിമർശനം. അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പിരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് കോടതി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ പ്ലാറ്റിനം ജൂബിലിക്കും അയ്യപ്പ സംഘവുമായി എന്ത് ബന്ധമെന്ന് കോടതിയുടെ ചോദ്യം. സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതാണ്. പരിപാടിയുടെ രീതിയുടെ കാര്യത്തിൽ സർക്കാരിനും ബോർഡിനും വ്യക്തതയില്ല. പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണവും സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, VM ശ്യാംകുമാർ എന്നിവരുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 9-ാം തീയതി ദേവസ്വം ബെഞ്ച് വിശദമായ വാദം കേൾക്കും. 24 കൊച്ചി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ഈ മാസം 20-ന് പമ്പയിൽ നടക്കുന്നത് ബിസിനസ് മീറ്റാണെന്നും ശബരിമലയെ കച്ചവടവൽക്കരിക്കാനാണ് നീക്കമെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. യുവതികൾ മല കയറിയാൽ എന്താണ് വരാൻ പോകുന്നത്, എല്ലാ സംരക്ഷണവും, കയറുന്നവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കും എന്നൊക്കെ പറഞ്ഞവരല്ലേ. അപ്പോൾ ഇപ്പോൾ നിലപാട് മാറ്റിയെങ്കിൽ ആ നിലപാട് സുപ്രീം കോടതി അറിയിക്കണം. സർക്കാർ ആ കാര്യത്തിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളതെന്ന് ഇപ്പൊ പറയട്ടെ. പറയേണ്ട സമയം ഇതാണ്. പറയൂ. എന്തുകൊണ്ട് മുഖ്യം ഇപ്പൊ അടഞ്ഞ അധ്യായമാണെന്ന് പറയുന്നത്. പണം 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 അത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വൻകിട വ്യവസായികളെയൊക്കെ കൊണ്ടുവന്ന് ഈ തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചാൽ അത് അതിന്റെ പിന്നിലെ താല്പര്യം വാണിജ്യ താല്പര്യമാണ്, കച്ചവട താല്പര്യമാണ്. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. US ഓപ്പൺ ക്വാർട്ടറിൽ നൊവാക് ജോക്കോവിച്ച് തോൽപ്പിച്ചത് ആരെ? ഇതാണ് ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകാം. അതിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. പൗരത്വ നിയമത്തിൽ ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ 2024 ഡിസംബർ വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് രാജ്യത്ത് തുടരാം. നേരത്തെ 2014 ഡിസംബർ വരെ എത്തിയവർക്കായിരുന്നു ഇളവ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇളവ് ബാധകം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഈ ബംഗ്ലാദേശിലെ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇത് ബംഗ്ലാദേശിലെ ആനുകാലിക സംഭവങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ബംഗ്ലാദേശിൽ സമീപകാലത്തായി ഉണ്ടായ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെയുണ്ടായ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ, ആരാധനാലയങ്ങൾക്ക് എതിരെ നടന്ന ആക്രമണങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് CAA-യുമായി ബന്ധപ്പെട്ട ഇളവുകൾ നൽകാനുള്ള ഒരു ആലോചന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. 10 വർഷത്തെ ഇളവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ 2014 വരെയായിരുന്നു CAA പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ നൽകാൻ കഴിയുമായിരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്. എന്നാൽ ആ തീയതി ഇപ്പോൾ 2024 ഡിസംബർ
വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ആ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ആളുകൾക്കാണ് ഇത് പ്രകാരം ഇന്ത്യയിൽ അപേക്ഷ നൽകാൻ കഴിയുക. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കായിരിക്കും ഇതനുസരിച്ചുള്ള ആനുകൂല്യം ലഭിക്കുക. ഈ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് പാസ്പോർട്ടോ മറ്റു യാത്രാരേഖകളോ ഇല്ലാതെ പോലും ഇവർക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടരാൻ അനുമതി നൽകും എന്നാണ് വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, 2014 എന്നുള്ളത് 2024 ആക്കിയിരിക്കുകയാണ്. 2014 ഡിസംബർ വരെയായിരുന്നു നേരത്തെ ആനുകൂല്യം, അത് 2024 വരെ ആക്കിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ സമീപകാല സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന സൂചന നേരത്തെ വന്നിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നീക്കം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വടക്കന്തറയിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂൾ വളപ്പിൽ നിന്ന് ഉഗ്രസ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. കല്ലേക്കാട് പൊടിപ്പാറയിൽ സുരേഷ് എന്നയാളുടെ വീട്ടിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. സുരേഷ് RSS BJP പ്രവർത്തകനെന്ന് CPM-ഉം കോൺഗ്രസും ആരോപിച്ചു. എന്നാൽ സുരേഷുമായി ഒരു ബന്ധവുമില്ല എന്നാണ് BJPയുടെ വിശദീകരണം. കഴിഞ്ഞ മാസം വൈകിട്ടാണ് RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്തെ സ്ഫോടനം. 10 വയസ്സുകാരനും വയോധികയ്ക്കും പരിക്കേറ്റു. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവുകളും കിട്ടിയില്ല. ശ്രമകരമായ അന്വേഷണത്തിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നൌഷാദ്, ഫാസിൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇന്ന് രാവിലെ സുരേഷിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയത്. പരിശോധനയിൽ 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും 12 സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. സുരേഷ് BJP പ്രവർത്തകനാണെന്ന് പോലീസും പറഞ്ഞു. സംഭവത്തിൽ BJPക്കും RSSനുമെതിരെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീടിന്റെ നേരെയുള്ള വീടാണ് ഇപ്പോ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സുരേഷിന്റെ വീട്. അപ്പോ BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിന് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. 100% ആ ചുറ്റുപാടും അതുപോലെ തന്നെ സ്കൂൾ കൈകാര്യം ചെയ്യുന്നൊക്കെ BJP RSSകാർ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബോംബ് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അത് കൊണ്ടുവരാനുള്ള ലക്ഷ്യം എന്താണ്. എന്നാൽ സുരേഷുമായി ബന്ധമില്ലെന്ന് BJP നേതൃത്വം വ്യക്തമാക്കി. 24 പാലക്കാട്. നിരക്ക് പരിഷ്കരണം ചർച്ച ചെയ്യുന്ന നിർണായക GST കൗൺസിൽ യോഗം ഡൽഹിയിൽ തുടരുകയാണ്. നിർദ്ദേശം കൗൺസിൽ അംഗീകരിച്ചാൽ നിത്യോപയോഗ വസ്തുക്കളുടെ വില കുറയും. പരിഷ്കാരം നികുതി വരുമാനം ഗണ്യമായി ഇടിക്കുമെന്ന ആശങ്ക പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ യോഗത്തിൽ അറിയിക്കും. ദീപാവലി സമ്മാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 12%, 28% നികുതി സ്ലാബുകൾ ഒഴിവാക്കുമെന്ന നിർദ്ദേശമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന 56ാം GST കൗൺസിൽ യോഗത്തിന്റെ പ്രധാന അജണ്ട. നിർദ്ദേശം കൗൺസിൽ അംഗീകരിച്ചാൽ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, മോട്ടോർ വാഹനങ്ങൾ, ഫ്രിഡ്ജ്, TV, AC, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ്, ചെരുപ്പ്, കുട, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വില കുറയുമെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. അതേസമയം പരിഷ്കാരം നികുതി വരുമാനം ഗണ്യമായി ഇടിക്കുമെന്ന ആശങ്ക BJP ഇതര സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് 32,600 കോടി എന്ന് പറഞ്ഞാൽ 54,000, 20,000, 24,000 കോടിയുടെ കുറവുണ്ട്. അതിൻ്റെ മേലെ ഇപ്പോൾ വീണ്ടും 8,000, 9,000 കോടി കൂടെ കുറയുമെന്നാണ് ആശങ്ക. അത് കുറയുക, അതിൽ കൂടെ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വരുമ്പം സംസ്ഥാനങ്ങളൊക്കെ ഒരു പണവും ഇല്ലാതാവുന്ന സ്ഥിതി വരും. വരുമാന നഷ്ടം നികത്താൻ പാക്കേജ് വേണമെന്ന കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ GST കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെടും. പുതിയ നിർദ്ദേശം GST വരുമാനത്തിൽ പ്രതിവർഷം 2 ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിന് 10,000 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രീമിയത്തിനുള്ള 18% GST ഒഴിവാക്കണമെന്ന നിർദ്ദേശവും 2 ദിവസത്തെ കൗൺസിൽ യോഗം പരിഗണിക്കും. 24 ഡൽഹി. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K. കവിത BRSൽ നിന്ന് രാജിവെച്ചു. MLC സ്ഥാനവും രാജിവെച്ചു. കഴിഞ്ഞ ദിവസം കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്,
കെ കവിത അവരുടെ രാഷ്ട്രീയ നീക്കത്തെ പറ്റി എന്തെങ്കിലും സൂചന അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടുണ്ടോ? വിജയകുമാർ പ്രധാനമായിട്ടും താൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഒപ്പം തന്നെ ആരൊക്കെയാണ് പാർട്ടിയുടെ ശത്രുക്കളെന്നും കാട്ടാനായിരുന്നു കെ കവിത ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ സമ്മേളനത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ BRSൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് കവിത പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ഇത്തരത്തിൽ താൻ MLC പദവി കൂടി ഒഴിയുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തി. അതിന് പിന്നാലെ താൻ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അറിയിക്കണം അല്ലെങ്കിൽ വിശദീകരിക്കണം എന്നുകൂടി അവർ പറഞ്ഞു. പ്രധാനമായിട്ടും പിന്നോക്ക മണ്ഡലങ്ങളൊക്കെയും കേന്ദ്രീകരിച്ചുകൊണ്ട് താൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ്. അത് താൻ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കാനായി ചില മുതിർന്ന നേതാക്കൾ ശ്രമിച്ചു. പ്രത്യേകിച്ചും ഈ ഹരീഷ് റാവുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കെ കവിതയുടെ വാർത്താ സമ്മേളനം ഉടനീളം. ഹരീഷ് റാവു എപ്പോഴും ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് അവതരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം ഡബിൾ ഷൂട്ടറാണ്. അദ്ദേഹം പലരുമായും കൈകോർത്തുകൊണ്ട് പലപ്പോഴും BJPയുമായും കോൺഗ്രസുമായും ഒക്കെ കൈകോർത്തുകൊണ്ട് പാർട്ടിയെ തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് താനാണ് ലക്ഷ്യമെങ്കിൽ നാളെ KCRഉം KTRഉം ഒക്കെയാകും ഹരീഷ് റാവുവിൻ്റെ ലക്ഷ്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരൻ KTRനെതിരെയും രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. താൻ 100 ദിവസം മുൻപ് നൽകിയ ഒരു പരാതി, അതായത് നേരത്തെ പിതാവിന് അയച്ചൊരു കത്ത് അത് ലീക്കായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകി. 100 ദിവസമായിട്ടും അതിനെക്കുറിച്ച് തന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തകയ്ക്ക് നീതി ലഭിക്കുക, സാധാരണ പ്രവർത്തകയ്ക്ക് നീതി ലഭിക്കുക എന്നതടക്കം സംസാരിച്ചു. ഈ പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊക്കെ അവർ ആദ്യഘട്ടത്തിൽ മൗനമാണ് പാലിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സംഘടനയുമായി അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായി മുന്നോട്ട് വരാൻ തന്നെയാണ് സാധ്യത. വിജയകുമാർ, ഓണം പൊന്നോണം തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിൽ നാളെയാണെങ്കിലും വിപണി ഇതിനോടകം തന്നെ സജീവമാണ്. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കള്ളവുമില്ല, ചതിയുമില്ല, വഞ്ചനയില്ല. വമ്പിച്ച വില കുറവിലിട്ടോ ഓണം പ്രമാണിച്ച് ഡിസ്കൗണ്ട് മേള കോഴിക്കോടിന്റെ നഗരവീതിയിലൂടെ. കെങ്കേമമായ സദ്യയും പുത്തൻ പുടവകളുമാണ് ഓണാഘോഷത്തിന്റെ നിറവ്. അതിനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. ഉത്രാടത്തിനു മുമ്പേ ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. പൂരാടം നാളിൽ തന്നെ ഓണവിപണി സജീവം. പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഓണക്കോടിയും എടുക്കുന്ന തിരക്ക്. ചുരിദാർ വാങ്ങി, കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഏട്ടനെടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇനി പൂക്കൾ വാങ്ങാണ്ട് ഷോപ്പിംഗ് തുടർന്നുകൊണ്ടിരിക്കും. പച്ചക്കറി ഇന്നലെ വന്ന് വാങ്ങിച്ചു, ഭയങ്കര തിരക്കാകുന്ന കാരണം ഇന്നലെ വന്ന് വാങ്ങിച്ചു. ഡ്രസ്സ് എടുക്കാൻ ഇന്ന് വന്ന്. പൊതുവേ വില കൂടുതലാണല്ലോ, വില കൂടുതലാണ് സാധനം. എന്നാലും ഓണായിട്ട് അങ്ങനെ വല്ലാണ്ട് പിടിച്ചു പറയാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ എന്ന പോലെ കോഴിക്കോട് മിഠായി തെരുവിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പറയുമ്പോൾ രണ്ടാമത്തെ ദിവസം മുമ്പ് 2 ദിവസം മുമ്പേ ആണല്ലോ, എന്നിട്ട് പോലും ഉണ്ട്, സജീവമാണല്ലോ. കാലാവസ്ഥയും നല്ല മോശമല്ലാത്ത കാലാവസ്ഥയാണല്ലോ. എല്ലാവരും നന്നായി ആഘോഷിക്കുന്നുണ്ട്. കോഴിക്കോട് സൂപ്പറാണ്. സാധനം നമ്മൾ ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചു, ഷർട്ട് വാങ്ങി, ആൾക്ക് രണ്ട് ഷർട്ട് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടിപൊളിയാണ് ഓണത്തിൻ്റെ പാച്ചില്ലെന്ന് പറയാം. പൂവിപണിയും സജീവം. പൂരാട നാളിൽ പൂരത്തിരക്ക് എന്നൊരു ചൊല്ലുണ്ട്. ഈ തിരക്ക് തന്നെയാണ് ആ ചൊല്ലിന് കാരണം. വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും തിരക്കേറുകയാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് അനൂപിനൊപ്പം സമീർ C മുഹമ്മദ്, 24. അടുത്തത് പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള ചോദ്യത്തിലേക്കാണ്. ചോദ്യം ഇതാണ്: ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് എവിടെയാണ്? ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരവ് നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ രംഗത്ത് വലിയ കുതിപ്പ് നടത്തുകയാണ് റെയ്ഡ്കോ. മായമില്ലാത്ത കറി പൗഡറുകൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിശ്വസിച്ച് സമീപിക്കാവുന്ന ബ്രാൻഡായി റെയ്ഡ്കോ മാറിക്കഴിഞ്ഞു. സഹകരണ സ്ഥാപനമായ റെയ്ഡ്കോ ഈ ഓണക്കാലത്തും മലയാളികളുടെ അടുക്കള കീഴടക്കുകയാണ്.
1972 മുതൽ മലയാളികൾക്കൊപ്പമുണ്ട് റെഡ്കോ. 2000 കണ്ണൂർ മാവിലായിൽ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. ഇതോടെ കേരളത്തിന്റെ രുചിയുടെ പേരായി റെഡ്കോ മാറി. മായം തൊടാത്ത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഈ സഹകരണ സ്ഥാപനത്തോടുള്ള ഉപഭോക്താക്കളുടെ വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം. നല്ല ഡിമാൻഡാണ് മാർക്കറ്റിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുണ്ടാവുന്നത്. അതിനുള്ള കാരണം മായം കലരാത്തതും സംശുദ്ധവുമാണ് റെഡ്കോവിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളെപ്പറ്റി ധാരാളം അതിൻ്റെ ഗുണമേന്മയെ പറ്റിയിട്ടുള്ള സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 140ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. ഒന്നും മായം കലരാത്തതാണ്, സംശുദ്ധമാണ്. കറി പൗഡറുകൾ ഉൾപ്പെടെ 140 ഉൽപ്പന്നങ്ങളാണ് നിലവിൽ റെഡ്കോയുടേതായി മാർക്കറ്റിലുള്ളത്. സപ്ലൈകോക്കായി ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും റെഡ്കോ നിർമ്മിച്ചു നൽകുന്നുണ്ട്. UAE-യിലേക്കുള്ള കയറ്റുമതിക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ രുചിമേന്മ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് റെഡ്കോ. കണ്ണൂർ. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്.